കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു സബ്ജക്റ്റ്, ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടു പോയ അർജുൻ്റെ കുടുംബം ലോറി ഉടമ മനാഫിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് നിരവധി പരാതികൾ ഉന്നയിക്കുന്നതായിട്ടാണ്. അർജുൻ്റെ ഭാര്യ സഹോദരനാണ് ഇതിന് മുൻനിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കൂടെ എല്ലാവരുമുണ്ട്, മാതാപിതാക്കളും ഈ പറയുന്ന അർജുൻ്റെ വൈഫും എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഇരുന്നു കൊണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയത്. എന്തായാലും ഇത് വലിയ രീതിയിൽ കേരളക്കരയാകെ ചർച്ചാ വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. അവരുന്നയിക്കുന്ന പരാതികൾ അർജുൻ്റെ കുടുംബത്തിനെ ജനങ്ങളുടെ മുന്നിൽ ഇല്ലായ്മക്കാരായിട്ട് തുറന്നു കാട്ടാൻ മനാഫ് ശ്രമിക്കുന്നു. മനാഫ് അർജുന് വേണ്ടിയിട്ട് പിരിവ് നടത്തി പണം അപഹരിക്കുന്നു. കളിയാക്കാൻ വേണ്ടിയിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ സ്വന്തം സാമ്പത്തിക സ്രോതസ് വരുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. എനിക്കിതിനെപ്പറ്റിയൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാനിത് ആദ്യം മുതൽ ഷിരൂരിൽ നടന്ന ഈ സംഭവം മുതലുള്ള എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അക്കൗണ്ടിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു കാര്യം, പ്രധാനമായിട്ടും ഒരു കാര്യം ചിന്തിച്ചെടുക്കേണ്ടത്, ഇതുവരെയും 70 ദിവസത്തോളം ആയ ഈ ഒരു സബ്ജക്റ്റ് അർജുനെ കണ്ടെത്തി ഇപ്പോൾ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുടുംബം ഇങ്ങനൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത് അതിൽ ചിലരുടെയൊക്കെ കരങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത് മനാഫ് എന്ന് പറയുന്നൊരു മുസ്ലിം യുവാവാണ്. അദ്ദേഹത്തിൻ്റെയാണ് ലോറി ഡ്രൈവറായിട്ടുള്ളത് അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവാണ്. അപ്പോൾ ഈ ലോറി കണ്ടെത്തി ഇദ്ദേഹത്തിൻ്റെ ബോഡിയും കണ്ടെത്താനായിട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വ്യക്തിത്വം മനാഫ് എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. കേരളത്തിൽ ഇതുപോലുള്ളൊരു സംഭവം, ഒരു സാഹോദര്യം, മതസൗഹാർദ്ദമൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ്. അതിനെ ജനങ്ങൾ പ്രശംസിക്കുകയും അത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത് വല്ലാത്ത രീതിയിലേക്ക്, ഈ ഒരു സംഭവം നടന്ന അന്ന് മുതൽ ഇന്ന് വരെയും വല്ലാത്ത രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ പേജുകൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനെതിരെയൊക്കെ കേസുകൾ കിടപ്പുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത്, മനാഫ് ഇത്രയും റോൾ അവിടെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലോറി ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. അതുപോലെ തന്നെ മനാഫിൻ്റെ ലോറിയിൽ ഗോൾഡ് ഉണ്ടായിരുന്നു, പറയുന്ന ചന്ദനമായിരുന്നു എന്ന് വരെയും വ്യാഖ്യാനിച്ച് അവിടെ വീഡിയോകൾ ചെയ്ത സംഘപരിവാർ സംഘങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലൊരു മുസ്ലിം ഹിന്ദു ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കാൻ പലരും ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഒരു ഭാഗത്തെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഐക്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലുള്ള വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെയോ കരങ്ങൾ ഇതിലേക്ക്, ഇവരുടെ കുടുംബത്തിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം, ഈ ഒരു വിഷയം നടക്കുന്ന നമ്മുടെ കേരളത്തിലല്ല, അന്യ സംസ്ഥാനമായ കർണാടകയിലാണ്. ഈ കർണാടകയിൽ ഈ വിഷയം നടക്കുമ്പം അതിൻ്റെ ഫുൾ കാര്യങ്ങൾ, എല്ലാ വിഷയങ്ങളും നോക്കേണ്ടത് അവരുടെ സർക്കാരാണ്. അതിനെ ആ ഒരു ബോഡി കണ്ടെത്തുകയോ അല്ലെങ്കിൽ ആ ലോറി കണ്ടെത്തുകയോ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപടികളും എടുക്കേണ്ടത് സർക്കാരാണ്. കേരള സർക്കാരിന് ജസ്റ്റ് അവിടെ അവർക്ക് റിക്വസ്റ്റ് ചെയ്യുക മാത്രമേ പറ്റൂ, അല്ലാതെ അവിടെ പോയി റോള് കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു മലയാളിയായിട്ടുള്ളൊരു വ്യക്തി അവിടെ പോയി ഇത്രയും വലിയൊരു ദൗത്യം, നമുക്കറിയാം എത്രത്തോളം ആഘാതം ആ ഒരു വിഷയത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടതുമാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തി അവിടെ പോയിട്ട് ഇതുപോലുള്ള ഇത്രയും വലിയൊരു ഒരു സർക്കാരിനെതിരെ നിന്ന് സംസാരിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തെ സ്വാധീനിച്ച് ഈ ഒരു കാര്യം നടപടി ഒരു നീതി കിട്ടുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിനിപ്പോൾ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ഉടനീളം ഒരു വിഷയം, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിന് ഒരു നീതി കിട്ടണമെങ്കിൽ അതിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എവിടെയാണ് റോഡ് സൈഡിൽ പ്രതിഷേധം നടത്തുന്നത്, ബോർഡ് പിടിച്ച് നിൽക്കുന്ന ആരാണുള്ളത്? ആരുമില്ല. ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റേത് കാര്യങ്ങളായാലും സോഷ്യൽ മീഡിയയിലൂടെയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നതും. സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോഴത്തെ കോടികൾ മുതൽ മുടക്കി എടുക്കുന്ന സിനിമകളുടെ അവസ്ഥ. ആ ഒരു സിനിമകളെ വിജയിപ്പിക്കുന്നത് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിനെ പരാജയപ്പെടുത്തുന്നതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ആരാണിപ്പോൾ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കുന്നത്? ടിക്കറ്റ് പോലും ഈ പറയുന്ന ഫോണിലൂടെ നമ്മൾ ബുക്ക് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഫോണാണ്, ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളാണ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. അപ്പോൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത്, ഇപ്പോൾ പത്രം രാവിലെ വായിച്ചാൽ ഫുൾ ടൈം വായിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഇപ്പോൾ പത്രം വായിക്കുന്നതിനേക്കാളും സ്പീഡിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ എത്തുന്നത്. അപ്പം ഷിരൂരിൽ നടന്ന ഓരോ വിഷയങ്ങളും വിഷ്വൽ പിടിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. കാരണം അദ്ദേഹത്തിന് അതേ ഉള്ളായിരുന്നു വഴി, അല്ലാതെ അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാലൊന്നും ആരും കേൾക്കില്ല. അപ്പം
ഇവിടെ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു, ഇത് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അത് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയവും ഉന്നത തലങ്ങളിലുള്ള നേതാക്കന്മാരിൽ എത്തുകയും മന്ത്രിതലത്തിലുള്ളവർ അത് ചർച്ചാ വിഷയമാവുകയും മറ്റ് സർക്കാരിനോട് അത് ചർച്ച ചെയ്യുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുന്നു പറയുന്നത് ഇത് ഈ വഴിയിലൂടെയുള്ള പ്രോസസ്സിങ്ങിലൂടെ തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇവർ പറയുന്നത് ആ യൂട്യൂബ് അക്കൗണ്ടിലൂടെ കോടാനുകോടി രൂപ ഒക്കെ ഉണ്ടാക്കുന്നു. ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ 12,000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ അത് 12K 14K എന്താണ് വ്യൂസൊക്കെ മാത്രമേ ഉള്ളൂ ഓരോ വീഡിയോയ്ക്കും. അധികം മില്യനും അങ്ങനൊന്നും ആയിട്ടില്ല. അദ്ദേഹം ഒരു ചെറിയൊരു ചാനലാണ്. അത് നിങ്ങൾക്ക് കയറി നോക്കിയാൽ അറിയാവും. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. ലോറി ഉടമ മനാഫ് എന്നും പറഞ്ഞുള്ള ഒരു ചാനലാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴത്തെ അവസ്ഥ. ഇങ്ങനെയൊക്കെ പരാതി ഉണ്ടാക്കിയതോട് കൂടി തന്നെ മനാഫിന്റെ അക്കൗണ്ട് വീണ്ടും റീച്ച് ആയതായിട്ടാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ എല്ലാവരും, ഈ പരാതി ഉന്നയിച്ചതിൽ എല്ലാവരും ഇപ്പോൾ മനാഫിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അർജുന്റെ കുടുംബത്തിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം വരെ എത്തി. എന്തായാലും അർജുന് വേണ്ടിയിട്ട് നല്ല കർമ്മങ്ങളൊന്നും കുടുംബം ചെയ്തില്ലെങ്കിലും ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു എന്ന് വേണം എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, അങ്ങനെ വേണം പറയാൻ. എന്തായാലും ഇതിൽ അർജുൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ പറയുന്ന മാതാപിതാക്കൾക്കോ ഒന്നും റോളില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം അതിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ വൈഫിൻ്റെ ബ്രദർ, ആ ഒരു സഹോദരനാണ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. അവനിക്ക് എന്തോ ഒരു രാഷ്ട്രീയ ചായ്വോ അല്ലെങ്കിൽ ഈ സംഘപരിവാർ ചായ്വോ ഉള്ള ഒരു വ്യക്തിത്വമാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. കാരണം അത്രത്തോളം നികൃഷ്ട രീതിയിലാണ് ഈ ഒരു വിഷയത്തെ വ്യാഖ്യാനിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതിൻ്റെ ഏത് ഭാഗം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എന്തുകൊണ്ടും മനാഫിനെ ന്യായീകരിക്കുന്ന ഒരു കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പറയുന്ന മനാഫ് അതിനുവേണ്ടി പ്രതികരിച്ചിരുന്നത്, ഞാൻ ജനങ്ങളോട് പിരിവ് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ് മനാഫ് പറയുന്നത്. അതിൽ വലിയ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തരാനില്ല. അദ്ദേഹം പറയുന്നത് എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. എനിക്ക് അതിൽ ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു എന്താണ് മതപരമായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഒരു ഹിന്ദു മുസ്ലിം സബ്ജക്റ്റ് വന്നാൽ തന്നെ അതിനെ ഏതൊക്കെ തലത്തിലാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ നിരവധി പേര് പറയുന്ന പല യൂട്യൂബ് ചാനലേഴ്സും ഈ പറയുന്ന രണ്ടുപേരെയും അപകീർത്തിപ്പെടുത്താനും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. പിന്നെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മനാഫ് അർജുന് 75,000 രൂപയാണ് സാലറി കൊടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ പറഞ്ഞിരുന്നത്. ഈ പറയുന്ന 75,000 രൂപ എന്തുകൊണ്ടും കിട്ടാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ്. അത് ഇതുവരേക്കും ഇതിനു മുമ്പ് ഇവരുടെ സഹോദരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 75,000 രൂപ എൻ്റെ അർജുൻ ഒപ്പിച്ച് കുടുംബത്തിൽ കൊണ്ടുവരുന്നതാണ്. അത് ഈ ചെലവ് പ്രകാരം കുടുംബത്തിന് അങ്ങോട്ട് പോയി മരുന്ന് വാങ്ങിയെന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കേട്ടതാണ്. അത് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല എന്നൊക്കെ ആദ്യ സമയത്ത് സർക്കാരിനോട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയും ഈ പറയുന്ന സഹോദരൻ തുറന്നു പറഞ്ഞതായിരുന്നു. ഇപ്പോഴവർ പറയുന്നത് 75,000 രൂപയൊന്നും അവനിക്ക് സാലറി ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന് മറുപടിയായിട്ട് മനാഫ് പറയുന്നത്, അവൻ സൈൻ ചെയ്തിരിക്കുന്ന സാലറി കൈപ്പറ്റിയിട്ട് സൈൻ ചെയ്തിരിക്കുന്ന തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവരുന്നയിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതിനോടകം തന്നെ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇത് ആരുടെയൊക്കെയോ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.